നരേന്ദ്രമോദി വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ ജൈത്ര യാത്ര ഈ ഡിസംബറിൽ 15 ശേഷം അദ്ദേഹം ആരംഭിച്ച വിദേശ പര്യടനം ജോർദാനിലും അതുപോലെ തന്നെ എത്യോപ്യയിലും ഒമാനിലും നടന്നു കഴിഞ്ഞു. ഈ വിദേശ പര്യടനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിർഭാഗ്യവശാൽ നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും എഴുതി കണ്ടില്ല. ജോർദാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് ഒരുപാട് സവിശേഷതയുണ്ട്. കാരണം പാലസ്തീൻ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇസ്രയേലും പാലസ്തീനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇന്ത്യയിൽ തന്നെ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. പൊതുവെ ഇന്ത്യക്കാരെ പാലസ്തീനോട് അനുഭാവം പുലർത്തുന്നവരാണ്, പക്ഷേ ഹമാസിനെ അംഗീകരിക്കുന്നവരല്ല. ഹമാസിനെ അംഗീകരിക്കുന്നവരുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. അല്ല, വേറെ ഒരു സംസ്ഥാനത്തും ഹമാസിൻ്റെ ഭീകരന്മാർക്ക് വന്ന് ഈ നാട്ടിലെ ഭീകരന്മാരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം മോദി നടത്തിയ ജോർദാൻ സന്ദർശനത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. 75 വർഷം നീണ്ടു നിന്ന ബന്ധമാണ് ഇന്ത്യയും ജോർദാനും തമ്മിലുള്ളത്. ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, മോദിയെ മുന്നിലിരുത്തി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം ഡ്രൈവ് ചെയ്തു കൊണ്ടുപോയത് ജോർദാൻ രാജാവ് അബ്ദുള്ള സെക്കൻഡിൻ്റെ മകനാണ്. അപ്പോൾ ഒരു വിദേശ ഭരണാധികാരിക്ക് ജോർദാൻകാര് എങ്ങനെ സ്വീകരണം നൽകുന്നു, സ്വന്തം കുടുംബ സുഹൃത്തിനെ പോലെ എങ്ങനെ സ്വീകരണം നൽകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട ഉദാഹരണമാണ് മോദി ജോർദാനിൽ നടത്തിയ സന്ദർശനം. ഈ ജോർദാനും ഇസ്രയേലുമായി ദീർഘകാലത്തെ ശത്രുതയുണ്ടായിരുന്നു അറബ് ഇസ്രായേൽ യുദ്ധ കാലഘട്ടത്തിൽ. പക്ഷേ ജോർദാൻ രാജാവ് എപ്പോഴും തന്ത്രപൂർവ്വം പെരുമാറുന്ന ഒരാളാണ്. അദ്ദേഹം എന്നും പരിഗണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യം തന്നെയാണ്. ജോർദാനും ഇസ്രയേലും ആയി ഉള്ള ശത്രുത അറബ് ഇസ്രായേൽ യുദ്ധത്തിനോടൊപ്പം പഴക്കമുള്ളതാണ്. 1948 അറബ് ഇസ്രായേൽ യുദ്ധമുണ്ടായപ്പോൾ ജോർദാൻ അറബ് രാജ്യങ്ങളുടെ തന്നെയായിരുന്നു. എന്നാൽ ഏറ്റവും ശക്തമായ യുദ്ധം നടക്കുന്ന 1967 അത് ആ കാലഘട്ടത്തിൽ നടന്ന 6 Days വാർ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് ഊട്ടിയുറപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാറായിരുന്നു 6 ദിവസത്തെ ആ യുദ്ധം. ഒരുപക്ഷെ ലോകം ഇത്തരമൊരു യുദ്ധം അപൂർവമായി മാത്രമായിട്ടേ കണ്ടിട്ടുള്ളൂ. വളരെ ചെറിയ ഒരു രാജ്യത്തെ ചുറ്റുമുള്ള രാജ്യങ്ങൾ ഒന്നിച്ചാക്രമിക്കുന്ന ഒരു സംവിധാനമാണെന്ന് കണ്ടത്. ഈ 6 Days വാറിൻ്റെ സമയത്തും ജോർദാൻ അറബ് രാജ്യങ്ങൾക്കൊപ്പമാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ അവസാനം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ അറബ് രാജ്യങ്ങൾക്കും അവരുടെ പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു. അത് ഈജിപ്തിന് നഷ്ടപ്പെട്ടു, ജോർദാന് നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ പാലസ്തീൻ്റെ വലിയൊരു ഭാഗം ഇസ്രായേൽ കൊണ്ടുപോവുകയും ചെയ്തു. 1994 ആയപ്പോൾ ജോർദാന് ഒരു കാര്യം മനസ്സിലായി: ഇസ്രായേലുമായി യുദ്ധത്തിന് പോയിട്ട് കാര്യമില്ല, അവരെ തോൽപ്പിക്കുക അസാധ്യമാണ്. അങ്ങനെ 1994 ഇസ്രായേലും ജോർദാനുമായി ഒരു സമാധാന കരാർ ഒപ്പുവെച്ചു. അതിനുശേഷം നടന്ന ഏറ്റവും കൗതുകകരമായ രാജ്യം, ഏറ്റവും ശക്തമായി ഇസ്രായേലിനെ എതിർത്ത് ഇരുന്ന ജോർദാൻ പിന്നീട് അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനുമെതിരെ ഇടയ്ക്കുള്ള ഒരു പാലമായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ഇസ്രായേലിനോടുള്ള എല്ലാ എതിർപ്പും അവസാനിപ്പിക്കുക മാത്രമല്ല, അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ബന്ധം മെച്ചപ്പെടുത്തുന്ന ഒരു പാലമായിട്ട് ജോർദാൻ മാറുകയും ചെയ്തു. ഈജിപ്റ്റ് യുദ്ധത്തിൽ നിന്ന് പിന്മാറി. അപ്പം ജോർദാനും ഈജിപ്റ്റും ഒക്കെ പിന്മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാര്യം. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചാണ് ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ഇസ്രായേലിനെതിരെ നീങ്ങണമെന്നും ഇവിടെ ഒരു MP തന്നെ പറഞ്ഞു, കാസർഗോഡ് MP ആണ് പറഞ്ഞത് നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണമെന്ന്. ഇവിടുത്തെ നീതിന്യായ സംവിധാനം ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു കേസ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പം നമ്മളൊരു രാജ്യവുമായി സൗഹൃദം പുലർത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ചില ആളുകൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമല്ല, അവരുടെ വിശ്വാസത്തിൻ്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് കരുതിയാൽ അത് പ്രായോഗികമായി ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഈ വിസിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജോർദാനുമായി
നിരവധി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ നമ്മൾ നരേന്ദ്രമോദി ഒപ്പുവെക്കുകയുണ്ടായി. അതനുസരിച്ച് ഒട്ടേറെ മേഖലകളിൽ വാട്ടർ റിസോഴ്സസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ശരി, ഡിജിറ്റൽ ടെക്നോളജിയുടെ കാര്യത്തിലായാലും ശരി ഒക്കെ ഒട്ടേറെ ബന്ധങ്ങൾ, ഒട്ടേറെ കരാറുകൾ ജോർദാനുമായി ഒപ്പുവെച്ചു. പലതുകൊണ്ടും വിഭവ സമൃദ്ധമാണ് ജോർദാൻ. ഏറ്റവും നിർണായകമായൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ജോർദാൻ. ഒപ്പം അറബ് രാജ്യങ്ങളുമായും ഇസ്രായേലുമായി നല്ല ബന്ധം ഇന്ത്യയെപ്പോലെ പുലർത്തുന്ന ഒരു രാജ്യവുമാണ് ജോർദാൻ. ഈ ജോർദാൻ സന്ദർശനം സമീപ ഭാവിയിൽ തന്നെ നമ്മുടെ വിദേശ നയത്തിന് ഒട്ടേറെ കരുത്ത് നൽകുന്ന ഒന്നാണ്. ഇന്ത്യക്കാർക്ക് ഒട്ടേറെ അവസരങ്ങൾ കിട്ടുന്ന ഒട്ടേറെ കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മുടെ വ്യവസായികൾക്ക് കൂടുതൽ അവസരങ്ങൾ തീർച്ചയായിട്ടും ജോർദാനിൽ കിട്ടും എന്നുള്ളതാണ് ഈ വിസിറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നീട് അദ്ദേഹം വിസിറ്റ് ചെയ്ത ഒരു രാജ്യം ഒമാനായിരുന്നു. ഒമാനിലും വളരെ രാജകീയമായ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയത്. ഒമാൻ ഭരണാധികാരി ഹൈതം ബിൻ താരിഖ് നരേന്ദ്രമോദിയുമായി നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണ്. ഒമാനുമായി ഒപ്പുവെച്ച കരാറിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങളിൽ 98% ഉൽപ്പന്നങ്ങൾക്കും നികുതി രഹിതമാക്കി. എന്ന് പറഞ്ഞാൽ നികുതിയില്ലാതെ 98% ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒമാൻ്റെ വിപണിയിൽ വിറ്റഴിക്കാം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. അമേരിക്ക ശക്തമായി നമ്മുടെ മുകളിലുള്ള താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ അതിനെ എത്ര സമർത്ഥമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഓരോ വിദേശ സന്ദർശനങ്ങളിലൂടെ മറികടന്നത് എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും കണ്ണു തുറന്ന് കാണണം. നിങ്ങൾ വെറുതെ മോദിയെ എതിർത്തിട്ട് കാര്യമില്ല. അപ്പം ഇവിടുത്തെ മുസ്ലിം ലീഗും സത്യം മനസ്സിലാക്കണം. ഒമാൻ അവരുടെ പരമോന്നത പുരസ്കാരം നൽകി മോദിയെ സ്വീകരിച്ചു. അതിലെല്ലാം ഉപരി സൗദി അറേബ്യ, മെക്കയും മദീനയും നിൽക്കുന്ന സൗദി അറേബ്യ ദ കിങ് അബ്ദുൽ അസീസ് അവാർഡ്, അബ്ദുൽ അസീസ് രാജാവിൻ്റെ പേരിലുള്ള സൗദിയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം കൊടുത്താണ് മോദിയെ സ്വീകരിച്ചത്. ഇപ്പോൾ ജോർദാൻ എന്ന മുസ്ലിം രാജ്യം, ഒമാൻ എന്ന മുസ്ലിം രാജ്യം, ഇവരൊക്കെ മോദിയെ സൗഹാർദ്ദത്തോടെ സ്വീകരിക്കുമ്പോൾ ഏതോ കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളെ മോദിയുടെ ശത്രുവാക്കി നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം ഇനി അന്താരാഷ്ട്ര രംഗത്തെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലെങ്കിലും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് പുനർചിന്തനം ചെയ്യേണ്ടതാണ്. BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ആർക്കും വോട്ട് ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ മാറ്റാനുള്ള മുസ്ലിം ലീഗിൻ്റെ ശ്രമം അതിന് ദൂരവ്യാപകമായ ഫലമുണ്ടാക്കും എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ നിലനിൽപ്പിനെ പോലും അത് ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോകും. ഇന്ത്യയിലെ തെക്കേറ്റത്ത് നിലകൊള്ളുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം. അവിടെ ഉള്ള ഒരു ജില്ലയിലാണ് മുസ്ലിം ലീഗിന് ഏറ്റവും അധികം സ്വാധീനമുള്ളത്, മലപ്പുറം ജില്ലയിൽ. അത് അവരുടെ സ്വാധീനം തെളിയിച്ചു. 33 ജില്ലാ പഞ്ചായത്ത് സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 33ലും സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ ലീഗിന് കഴിഞ്ഞത്, അല്ലെങ്കിൽ UDFന് കഴിഞ്ഞത് ലീഗിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. തീർച്ചയായിട്ടും അതിന് തർക്കമൊന്നുള്ള കാര്യമല്ല. പക്ഷേ ഈ ഒരു സ്വാധീനം, ഒരു ചെറിയ പ്രദേശത്തെ സ്വാധീനം വെച്ച് തങ്ങളുടെ വിശ്വാസികളെ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് എതിരെ തിരിച്ചുവിടുന്നത് ഒരു പ്രയോജനവും ചെയ്യില്ല എന്നുള്ള വസ്തുത മുസ്ലിം ലീഗ് തിരിച്ചറിയണം. അതുപോലെ തന്നെ മോദിയുടെ സന്ദർശനത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാതിരുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ വ്യാജ പ്രചരണത്തിനെതിരെ നരേന്ദ്രമോദി കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ ആലോചിക്കണം. ഇന്നപ്പോഴേ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിൽ കൊടുത്ത അധാർമികമായ പ്രവർത്തനമാണ് BBC ചെയ്തത്. BBCയുടെ പ്രവർത്തനത്തിനെതിരെ BBC നൽകിയ വാർത്തയ്ക്കെതിരെ ട്രംപ് കേസ് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് $1000 കോടി. $1000 കോടി. ട്രംപ് അത് ആവശ്യപ്പെടുമ്പോൾ ഗോദ്ര കലാപത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദിയെ നിരന്തരമായി അധിക്ഷേപിച്ച നമ്മുടെ മാധ്യമങ്ങൾക്കെതിരെ മോദി കേസ് കൊടുത്താൽ നിങ്ങളുടെയൊന്നും മാധ്യമങ്ങൾ പിന്നെ പ്രവർത്തിക്കാൻ പണം കിട്ടില്ല. അതാലോചിക്കണം. അതുകൊണ്ട് ഈ വ്യാജപ്രചരണം നടത്തുന്ന നമ്മുടെ മാധ്യമങ്ങൾ കണ്ണ് തുറന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാർത്താ വിതരണ സംവിധാനമായ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എതിരെ ട്രംപ് നൽകിയിരിക്കുന്ന $1000 കോടിയുടെ കേസ്. അതുകൊണ്ട്
കയ്യിലൊരു മൈക്കും അത് സംപ്രേഷണം ചെയ്യാൻ സാറ്റലൈറ്റിൽ സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും പറയാം എന്നുള്ള നമ്മുടെ ചില ചാനലുകാരുടെ മനോഭാവം മാറ്റണം. ഇന്ത്യ ആയതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവില്ല. വളരെ മര്യാദക്കാരനും സൗമ്യനും ആയതുകൊണ്ട് നരേന്ദ്രമോദി ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കണം, ഇതെല്ലാം കണ്ണു തുറന്ന് കാണുന്ന ഒരു ജനവിഭാഗം ഇന്ത്യയിലുണ്ട്. അവരെ അതിശക്തമായിട്ട് തന്നെ ഈ മാധ്യമം നടത്തുന്ന അധർമ്മങ്ങൾക്കെതിരെ, നിങ്ങൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന അധർമ്മത്തിനെതിരെ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കും എന്ന വസ്തുത നിങ്ങൾ മറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.